നമസ്തേ. ശബരിമലയിലുള്ളത് വാവറാണോ വാപുരസ്വാമിയാണോ? ഈ വിഷയത്തിൽ ഹിന്ദു വിചാര സദസ് വേദിയിൽ തന്റെ നിലപാട് വ്യക്തമാക്കി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി പൂജനീയ സ്വാമി ചിത്താനന്ദപുരി മഹാരാജ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ജീവചരിത്രകാരനായ പ്രശസ്ത എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശന്തനു ഗുപ്ത ഹിന്ദു വിചാര സദസ് വേദി ഉദ്ഘാടനം നിർവഹിച്ചു. This book, the monk who became chief minister, and all of a sudden my life also changed. They started calling me on TV. I went to every literature festival, to IITs. I came to IIM Kozhikode to present about this book. I went to National Institute of Singapore. They called me to Harvard, Stanford. I all of a sudden realized why the word is taking so much importance in Yogi Adityanath. ഇസ്ലാമിക വിശ്വാസപ്രകാരം അല്ലാഹുവല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപരാധമാണ് വിഗ്രഹോപാസന ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വിഗ്രഹോപാസന ചെയ്യരുതെന്ന് മാത്രമല്ല, അതിൽ പങ്കുപറ്റാൻ പാടില്ല. പങ്കുപറ്റിയാൽ അത് അനിസ്ലാമികമാണ്. എന്നിരിക്കെ മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയായി വാഴ്ത്തി കാണിക്കുന്ന ഈ സംഗതി, ഏത് സംഗതി? അയ്യപ്പസ്വാമിയോട് ചേർന്ന് അവിടെ നിലകൊള്ളുക എന്നുള്ളത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഡിസംബർ 1 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ വൈകിട്ട് 4 മണിക്ക് ഹിന്ദു വിചാരസഭ അരങ്ങേറി. വിചാരവേദി കൊടുങ്ങല്ലൂർ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഹിന്ദു വിചാര സദസ്സ് അരങ്ങേറിയത്. നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് സജ്ജനങ്ങളെ, ഭക്തന്മാരെ. ഈ തരത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, ക്ഷേത്ര ചൈതന്യം. ഇനി ഇതിൻ്റെ എല്ലാം പരിഹാരം കാണേണ്ടത് ആരാ? ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാർ. ഇവിടുത്തെ 5 ദേവസ്വം ബോർഡുണ്ട്. 5 ദേവസ്വം ബോർഡും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാണ്. ഈശ്വരവിശ്വാസം ഇല്ല. അവരെന്തുകൊണ്ട് അവിടെ പ്രസിഡൻ്റായി, സെക്രട്ടറിയായി? അവർ പണ്ട് CITUവിൻ്റെ സെക്രട്ടറി ആയിരുന്നു, വേറെ യൂണിയൻ ചുമതല ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാ? എല്ലാവർക്കും അറിയാം. പാമ്പുമേക്കാട്ട് മനയിലെ ശ്രീ ജാതവേദൻ നമ്പൂതിരിപ്പാട്, മുതിർന്ന സംഘപ്രചാരകനായ വിശ്വൻ പാപ്പ, VHP സംസ്ഥാന അധ്യക്ഷനും ചലച്ചിത്ര സംവിധായകനുമായ വിജി തമ്പി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ശബരിമലയിൽ 3 ശ്രീചക്രങ്ങളുണ്ട്. അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശ്രീകോവിലിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട്. അതുപോലെ അയ്യപ്പസ്വാമി ജീവസമാധിയായ മണിമണ്ഡപത്തിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട്. 18ാം പടിക്കുള്ളിലും ഒരു ശ്രീചക്രമുണ്ട്. അതാണ് 18ാം പടിയുടെ പ്രത്യേകത. ഈ 18ാം പടിയിലാണ് കുറെ പോലീസുകാർ ഇപ്പം നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. ആലോചിച്ച് നോക്കിയേ. ഒരു ക്ഷേത്രത്തിന് ഏറ്റവും പ്രാധാന്യം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശബരിമലയിൽ 18ാം പടിയിൽ ആർക്കും കയറിപ്പോകാൻ പറ്റുന്നില്ല? ഇരുമുടി ഇല്ലാതെ എന്തുകൊണ്ട് കയറ്റുന്നില്ല? ഇരുമുടി അണിഞ്ഞ് വ്രതനിഷ്ഠരായി മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. കുട്ടികൾ ഭ്രൂണാവസ്ഥയിൽ, അവരുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയം മുതൽക്ക് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാല്യകാലം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് സ്കൂളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവരെ അവിടെ പഠിക്കുന്നത് എന്താണ്, അവർ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ നമുക്ക് വീടുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ്. ഇതിൻ്റെ എല്ലാം ആകത്തുകയായിരിക്കും ജാഗ്രത. ശ്രദ്ധ ഭാരതത്തിൽ നിന്ന് പോയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കുറ്റവാളികൾ തീർച്ചയായും കുടുംബങ്ങളിൽ ശ്രദ്ധക്കുറവാണ്. ഈ അവസരം നമ്മൾ ആലോചിക്കണം. നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ പൗരുഷം കൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത, ആത്മാഭിമാനം നേടിക്കൊടുത്ത ഒരു രാജ്യത്തെ മൈനോറിറ്റി, അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ഇന്ന് നേരിടുന്ന അതീവ എന്താ പറയുക, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യാത്തത്ര മനുഷ്യത്വരഹിതമായുള്ള പ്രവൃത്തികൾ എല്ലാവരും കണ്ടില്ല നടിക്കുന്നു. അവരെപ്പറ്റി സംസാരിക്കാൻ സാംസ്കാരിക നായകരില്ല, മാധ്യമങ്ങളില്ല. ശബരിമല കർമ്മസമിതിയുടെയും കൊടുങ്ങല്ലൂർ
വിചാരവേദിയുടെയും നേതൃത്വത്തിലാണ് ഹിന്ദു വിചാര സദസ്സ് സംഘടിപ്പിച്ചത്. ആനുകാലിക പ്രസക്തി ഏറെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഈ വേദിയിൽ നിരവധി പേരാണ് പങ്കാളികളായത്. വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ CM ശശീന്ദ്രൻ കൃതജ്ഞത അർപ്പിച്ചു.